പക്ഷെ പാറ്റകൾ ഡൽഹിയിൽ വലിയ പ്രതിഷേധം നടത്തുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ പറയുന്ന ന്യായമായ കാര്യങ്ങളാണ്. അത് അംഗീകരിക്കണം കേന്ദ്ര സർക്കാർ, അത് ഭരണകൂടം അതിനെ തള്ളിക്കളയരുത് എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ എല്ലാവരുടെ ഉദ്ദേശം ശരിയാണോ എന്നുള്ളതും നമ്മളൊരു ചോദ്യചിഹ്നമായി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. പ്രതിഷേധം ആളിക്കത്തുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവിടെ രക്തപ്പുഴ ചീന്തുമെന്ന് പറഞ്ഞ് വലിയ പ്രകടനങ്ങൾ നടത്തുന്നു. കോൺഗ്രസ് എംപിമാരെല്ലാം ഓടിക്കേറി പോലീസ് ജീപ്പിൽ കയറുന്നതിനിടയ്ക്ക് മോദി മറ്റൊരു വിജയം അവിടെ നേടുകയാണ്. ഇതിലൊക്കെ ഇപ്പോ കേന്ദ്ര സർക്കാർ താഴെ വീഴും, ഇപ്പോ ഭരണം അട്ടിമറിക്കും എന്നൊക്കെ പറഞ്ഞ പാറ്റകൾ അവിടെ കൂട്ടം കൂടി ചില കാര്യങ്ങൾ, ചില അജണ്ടകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മോദി NCPയുടെ നേതാവ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ചിരിച്ച് ചർച്ച ചെയ്ത് പിരിയുകയാണ്. 3-2 അത് യാഥാർത്ഥ്യത്തിലേക്കാണോ മാഷേ? അത് ഏതാണ്ട് ഉറപ്പുള്ള കാര്യമാണ്. അത് ഈ ഇപ്പോഴത്തെ CJP സമരവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കണ്ട. മോദി ഒരു കാര്യം ഉറപ്പാണ്, 2014 തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാൽ UPയിലൊക്കെ ഉണ്ടായ ചില തിരിച്ചടികളെ തുടർന്നാണ് അദ്ദേഹത്തിന് ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടാക്കാതെ പോയത്. UPയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് സംസാരിക്കാം. അതിന് വേറൊരു കാര്യം, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ 3-2 ഭൂരിപക്ഷം ഇല്ല. പക്ഷേ 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി തെരഞ്ഞെടുപ്പ് 2019 പക്ഷേ 2024 നിന്ന് 2029 2029 വരെ കാത്തിരിക്കാതെ തന്നെ 3-2 ഭൂരിപക്ഷം നരേന്ദ്രമോദി ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. 5-6 സീറ്റിന്റെ കുറവേ ഉള്ളൂ. അതിപ്പോൾ തീരും. ഇപ്പോൾ ശരത് പവാറായിട്ട് ചർച്ച ചെയ്യുന്നു. ഇനി അതാ ഞെട്ടിക്കുന്ന ഒരു വലിയ ബോംബായി നിന്നിരുന്ന സൗത്ത് ഇന്ത്യൻ ബോംബാണല്ലോ സ്റ്റാലിൻ. DMK കൂടി ഏതാണ്ട് മോദിയെ പിന്തുണക്കുമെന്ന അവസ്ഥ വന്നു. ഹി ഹാസ് നോ ചോയ്സ് അറ്റ് ഓൾ. ഇയാൾക്ക് സ്റ്റാലിൻ പിന്നെ ആർക്ക് പിന്തുണക്കും? വിജയിനെ പിന്തുണക്കാൻ പറ്റുമോ? വിജയിൻ്റെ കൂടെയാണ് ഇവരൊക്കെ. ബാക്കിയുള്ള തമിഴ്നാട്ടിലെ എല്ലാവരും വിജയുടെ കൂടെയാണ്. അപ്പോൾ പിന്നെ ആരെ പിന്തുണക്കാൻ പറ്റും? അതുകൊണ്ട് സ്റ്റാലിൻ കൂടി ചെല്ലുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ പ്രശ്നം തീരും. അപ്പോൾ അതിൽ NCPയിലെ ഇഷ്യൂസൊക്കെ ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരിക്കണം ആ ചർച്ച. ആ ചർച്ച ഇതുമായിട്ട് ബന്ധമില്ല. ഇനി ഇപ്പോൾ 3-2 ഭൂരിപക്ഷം ഉണ്ടാകാൻ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിജയത്തേക്കാൾ അത് ഇന്ത്യക്ക് താല്പര്യമുണ്ട്. കാരണം 3-2 ഭൂരിപക്ഷം ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾ നിർമ്മിക്കാൻ പാർലമെൻറ്റിന് 3-2 ഭൂരിപക്ഷം വേണം ഭരണകക്ഷിക്ക്. അപ്പോൾ 3-2 ഭൂരിപക്ഷം ഉണ്ടായാൽ രക്ഷപ്പെട്ടു പോകുന്ന പരമപ്രധാനമായ ചില ബില്ലുകൾ മന്ത്രിസഭയുടെ പരിഗണനയിലുണ്ട്. അത് രാജ്യത്തിന് വളരെ പ്രധാനമാണ്. അതിലൊന്ന് ഈ ഡീലിമിറ്റേഷനാണ്, ഈ മണ്ഡല പുനർനിർണയം. 2 വനിതാ സംവരണം, അതിന് തുടർച്ചയായിട്ട് വരുന്നതാണ് വനിതാ സംവരണം. വേറൊന്ന് യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്. വേറൊന്ന് ഈ ഫണ്ട് നിയന്ത്രണം, FCRA. സുപ്രധാനമായ നിയമങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒന്നും കാത്തിരിക്കാൻ തയ്യാറല്ല. അതിനു മുമ്പ് തന്നെ 3-2 ഭൂരിപക്ഷം കിട്ടും. ബില്ല് അവതരിപ്പിച്ചാൽ പാർലമെൻറ്റിൽ ഹാജരായ അംഗങ്ങളുടെ 3-2 ഭൂരിപക്ഷമേ വേണ്ടൂ. വല്ലപ്പോഴും ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ കൺഫ്യൂഷൻ മാറിയിട്ടില്ലെങ്കിൽ തൽക്കാലം അന്ന് നിങ്ങൾ നൈനിറ്റാളിലോ വേണമെങ്കിൽ ദുബായിലോ ഒന്ന് പോയിട്ട് പോവാ എന്ന് പറഞ്ഞു ടിക്കറ്റ് കൊടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് നരേന്ദ്രമോദി അത് നേടിയിരിക്കും. അതിൻ്റെ ഒരു സൂചന അതാണ്. ഇനി ഒരു ഭാഗത്ത് ഇപ്പുറത്ത് CJPയുടെ സമരം എന്ന് പറഞ്ഞാൽ ജെനുവിനാണ്. ഞാൻ ഈ സമയത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ ദേശീയ പത്രങ്ങളിൽ CJP ഇന്നലെയൊക്കെ CJP ഡൽഹി അട്ടിമറിച്ചു, ഡൽഹി കത്തിച്ചു, ഡൽഹി ആകെ സ്തംഭിപ്പിച്ചു എന്നൊക്കെ പറയുന്ന അതേ വാർത്തയിൽ, അതേ പത്രങ്ങളിലെ 1-ാം പേജിൽ വേറൊരു വാർത്തയുണ്ട്. നരേന്ദ്രമോദി നടത്തിയ ഗംഭീരമായൊരു പ്രസംഗം BJP നേതാക്കളോടാണ് പറഞ്ഞത്. നിങ്ങൾ ന്യൂജനെ ചേർത്ത് പിടിക്കണം, നിങ്ങൾ പുതിയ തലമുറയെ ചേർത്ത് പിടിക്കണമെന്ന് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നരേന്ദ്രമോദി. അതേ സമയത്ത് തന്നെ CJP സമരത്തെ തീർച്ചയായിട്ടും CJP സമരം അക്രമാസക്തമായി എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, CJP സമരം ജൂൺ 6-നോ മറ്റോ തുടങ്ങിയ സമയത്ത് അത് BJP വിരുദ്ധമായിരുന്നില്ല, അത് മോദി വിരുദ്ധമായിരുന്നില്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിനും വിരുദ്ധമായിരുന്നില്ല. അവരുടെ മുമ്പിലുള്ള ന്യൂജനെ മാത്രം ബാധിക്കുന്ന സുപ്രധാനമായ 2 ഇഷ്യൂ അത് മാത്രമാണ് അവർ ഉയർത്തിയത്. അതിന് ഉത്തരവാദിയായ ഒന്നാമത്തെ ഇഷ്യൂ എന്താ? നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്. 2 CBSEയിലെ ക്രമക്കേട്. ഈ 2 സാധനങ്ങൾ പരിഹരിക്കാൻ ആ 2ന്റെ ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് അവർ ഉന്നയിച്ചത്. അത് ജെനുവിനാണ്, ന്യായമാണ്. വേണമെങ്കിൽ അത് പരിഗണിക്കുമായിരുന്നു. പക്ഷേ BJP വളരെ തന്ത്രപൂർവ്വം നീങ്ങിയൊരു നീക്കം എന്താണെന്നറിയോ?
ആദ്യം സമരം അവഗണിച്ചു എന്ന് പറഞ്ഞാൽ അത് അവഗണിക്കാനുള്ള തന്ത്രമല്ല, മറിച്ച് കുറേയേറെ സമരം നടത്തുമ്പോൾ രാജ്യം മുഴുവൻ പറഞ്ഞു തുടങ്ങും ഇവരെ എന്താണ് അവഗണിക്കുന്നത്, ഈ കുട്ടികളെ എങ്ങനെ പട്ടിണിക്കിട്ട് കൊല്ലണോ. പിന്നെ സോനം വാങ്ചു വന്ന് ഉപവാസം കിടക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമരത്തെ ഒരു നിശ്ചിത സമയത്തേക്ക് അവിടെ നിർത്തിയത് അതെന്തിനാ, ദേശീയ പ്രാധാന്യം കിട്ടാൻ. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം, ദേശീയ പ്രാധാന്യം കിട്ടിക്കഴിഞ്ഞാൽ മോദിയുടെ മേലും കേന്ദ്ര ഗവൺമെൻറ് മേലും വലിയ പ്രഷർ വന്നു എന്ന് തോന്നലുണ്ടാക്കും. എന്താ പ്രഷർ? ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കാൻ. BJP വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം, BJP മന്ത്രിസഭയിൽ വളഞ്ഞ വഴിക്കൊക്കെ കയറിക്കൂടിയ ചിലരെങ്കിലും അഴിമതിക്കാരാണ്, അപൂർവം ചിലരാണ്. അത്ര എളുപ്പമൊന്നുമല്ല BJP മന്ത്രിസഭയിൽ അഴിമതിക്കാർ കയറിക്കൂടാൻ. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ അതിൽ പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഈ കേസിൻ്റെ മുഴുവൻ പങ്ക് ധർമ്മേന്ദ്ര പ്രധാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നവർ BJP പോലും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെങ്കിൽ ന്യായമായ കാരണം ഉണ്ടാകണം, അല്ലെങ്കിൽ പാർട്ടിയിൽ അതായിരിക്കും ഇഷ്യൂ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഒന്നുകിൽ ഈ സമരം നീട്ടിക്കൊണ്ടുപോകണം, എന്നിട്ട് ആ സമയത്ത് തന്നെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ അങ്ങനെ വളരെ സമാധാനപരമായ സമരം ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കൂ എന്നവർ ആവശ്യപ്പെട്ടിട്ടും ചർച്ചയ്ക്ക് വിളിക്കാതെ നിർത്തിയ ഒരു സമരം. സോനം വാങ്ചുക്കിൻ്റെ ജീവൻ അപകടത്തിലാവുക നിർണായക ഘട്ടമാണ്. ജീവൻ അപകടത്തിലായാൽ പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തെ ബലമായി പിടിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക, അതിനെ തുടർന്ന് പ്രക്ഷോഭം ഉണ്ടാക്കുക. ഇതിനൊക്കെ പറ്റിയൊരു സമയം ആര് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതൊക്കെ അവരുടെ ഒരു തിരക്കഥയാണെന്ന് സംശയിക്കാൻ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് എൻ്റെ ന്യായങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നത്. ഒരു രാത്രി ഇവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു, അന്ന് അവരെ അടിച്ച് 1 മണിക്കൂർ നേരം ഡൽഹി ആകെ സ്തംഭിക്കുന്നു. ആരാ ഉത്തരവിടുന്നത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഇതേ ആഭ്യന്തരമന്ത്രി നേരെ പോകുന്ന എങ്ങോട്ടാ? ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ. മൂപ്പർക്ക് എന്താ അതിൽ കാര്യം? ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടോ, കാര്യം കൈവിട്ടു പോകട്ടോ, വേണമെങ്കിൽ സ്വമേധയാ രാജിവെച്ച് പോയിക്കോ, ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയിപ്പിക്കരുത് എന്ന് പറയാനായിരിക്കണം എന്ന് ഊഹിക്കാലോ നമുക്ക്. 2, മൂന്നാമത്തെ കാര്യം, ഇത്രയും കാലം വിളിക്കാത്ത ചർച്ചയ്ക്ക് JP നഡ്ഡയെ കൊണ്ട്, JP നഡ്ഡ പഴയ BJP പ്രസിഡന്റ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ, അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചു. നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു, ചർച്ച ചെയ്തു, ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പക്ഷേ ഇവർ സമരക്കാർക്ക് അതേ പറയാൻ പറ്റുള്ളൂ, ഞങ്ങൾ ഇത്ര എത്തിയില്ലേ, ജൂൺ 6-ാം തീയതി തുടങ്ങിയതാണ്, ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ല, രാജിവെച്ചേ ഞങ്ങൾ സമരം നിർത്തുള്ളൂ. ആദ്യം പറഞ്ഞു നോക്കി, അതേ കേന്ദ്ര ഗവൺമെൻറ് പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ മക്കളെ സമരം നിർത്ത് എന്നിട്ട് നമുക്ക് പരിഗണിക്കാം എന്നാണല്ലോ സാധാരണ രീതിയിൽ പറയുക. പക്ഷേ സമരക്കാരതാണോ പറയേണ്ടത്? അല്ല, പറ്റില്ല സർ, ഞങ്ങൾ ഇത്രയും കാലമായില്ല, ഇനി ഞങ്ങൾ നേടിയിട്ടേ പോകുള്ളൂ എന്ന് പറയുമല്ലോ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ന് വേണം കരുതാൻ. എന്താ കാരണം? 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അടിച്ചു പിടിച്ച ആളുകൾ കണ്ണീർ വാതകവും പീരങ്കിയും ജലപീരങ്കിയും അടിയും പിടിയും ലാത്തിച്ചാർജും, ഇതേ ആളുകളെ ഈ പോലീസ് നോക്കി നിൽക്കെ കൃത്യമായിട്ട്, പോലീസ് അത് കണ്ടില്ലേ ആ സമയത്ത് കോള പിടിക്കാൻ പോണത്, പടം കണ്ടില്ല? ഈ ആളുകളൊക്കെ നോക്കി നിൽക്കെ ഇതേ ടീം അതേ സ്ഥലത്ത് തിരിച്ചു വരുന്നു, പോലീസ് തകർത്ത പന്തലൊക്കെ കെട്ടുന്നു, അവർ വീണ്ടും അവിടെ സമാധാനപരമായിട്ട് പ്രസ്താവന നടത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു സീൻ. ഇനി അവിടം കൊണ്ട് തീർന്നു. ഇനി ഒറ്റ കാര്യം ആലോചിക്കേണ്ടത്, പക്ഷേ ഈ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു ചർച്ചയിൽ തന്നെ തീരുമായിരുന്നു. ഗവൺമെൻറ് ഒരു പക്ഷേ ഓർഡർ എടുക്കാൻ, സർക്കാർ ഉത്തരവിറക്കാൻ ഒരു ദിവസം സമയം എടുത്തിട്ടുണ്ടാവും. സംഭവിച്ചത് എന്താണെന്നറിയോ? ആ ഒരു ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇത് വഷളാക്കി. അല്ലെങ്കിലും ഈ CJPയുടെ സമരം ആരാ നശിപ്പിച്ചത്? CJPയുടെ സമരത്തിന് 4 ആൾ കൂടിയെന്ന് കണ്ടപ്പോൾ 4 ആൾ വിളിച്ചാൽ കൂടാത്ത പാർട്ടികളൊക്കെ ചെന്നു. ആദ്യം ചെന്ന് നമ്മൾ CPMന്റെ നേതാക്കന്മാർ, ഘോരം. എന്നാൽ പിന്നെ എവിടെയായിരുന്നോ നിങ്ങൾ? ധർമ്മേന്ദ്ര പ്രധാന്റെ പേരിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ട് കാലത്രയായി. നീറ്റ് പരീക്ഷ നടന്നിട്ട് കാലത്രയായി. നീറ്റ് പരീക്ഷ നടന്നു, അതിന്റെ ക്രമക്കേട് പുറത്തു വന്നു, അത് റദ്ദാക്കി, എന്നിട്ട് റീ എക്സാമിനേഷൻ നടത്തി, അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നു, രണ്ടാമോ വന്നില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവരൊരു സമരം നടത്തിയില്ലല്ലോ. സമരം നടത്താനുള്ള ശേഷിയില്ല. ഒന്നാമത് 10 ആൾ വിളിച്ചാൽ കിട്ടൂല്ലോ. ഇപ്പോൾ CPMനൊന്നും, CPIയുടെ ആനി രാജ, കുറേ ടീം, പിന്നെ കൊച്ചു പാർട്ടികൾ. പക്ഷേ കോൺഗ്രസ് അപ്പോഴും വന്നിട്ടില്ല. കോൺഗ്രസ് 2 കാര്യം കൊണ്ടാണ് ബുദ്ധിപൂർവ്വം നീങ്ങിയത്. കോൺഗ്രസ് ഇപ്പോൾ
ഇപ്പോൾ ഡൽഹിയിൽ ഒരു സമരം നടത്തിയാൽ ഏതാണ് പൊളിറ്റിക്കൽ മൈലേജ് കൂടുതൽ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചു. ഇവർക്ക് 2 പ്രധാനപ്പെട്ട ഇഷ്യൂ വീണ് കിട്ടി. ഒന്ന് ധർമ്മേന്ദ്ര പ്രധാൻ, വേറൊന്ന് രാമക്ഷേത്രത്തിലെ കുംഭകോണം. അപ്പോൾ കോൺഗ്രസിന്റെ ബുദ്ധി പോയത് ദേശീയ തലത്തിൽ മുഴുവൻ ഇന്ത്യക്കാർക്കും താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ. ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ അഭിമാന പ്രശ്നമാണ് രാമക്ഷേത്രം, വൈകാരിക പ്രശ്നമാണ് രാമക്ഷേത്രം. രാമക്ഷേത്രം കട്ടുമുടിച്ചവർക്കെതിരായി ദേശീയ തലത്തിലൊരു സമരം, ഡൽഹിയിലെ പാർലമെന്റിലേക്കൊരു സമരം, പാർലമെന്റിനകത്ത് നിരന്തരമായി പാർലമെന്റ് സ്തംഭിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് മതി, അതിനായിരിക്കണം ടോപ്പ് പ്രയോറിറ്റി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. ആ തീരുമാനം രാഷ്ട്രീയമായി ശരിയാണ്, പക്ഷെ അപ്പോഴേക്ക് സമയം തെറ്റി. ഇവിടെ ഡൽഹി അട്ടിമറിച്ചത് ഇവരായി. ആര്? CJP. അപ്പോൾ ഇഷ്യൂ എന്തായി? ധർമ്മേന്ദ്ര പ്രധാൻ ടോപ്പിൽ വന്നു, പ്രയോറിറ്റി മാറി. പിന്നെ കോൺഗ്രസിന് നിവൃത്തിയില്ല. പിന്നെ ആങ്ങളെയും പെങ്ങളും കൂടി രാത്രി ഇറങ്ങി, പിറ്റേന്ന് രാത്രി ഇറങ്ങി. ഒരു രാത്രിയിൽ ഇവരും പിറ്റേന്ന് രാത്രി അവരും ഉള്ളൂ. ഇറങ്ങി വന്നിട്ട് ബഹളം കൂട്ടി അവിടെ. പിന്നെ മാത്രമല്ല പ്രതിപക്ഷ, അപ്പോൾ ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ്, സാധാരണ രീതിയിൽ ആരും ചെയ്യാത്തൊരു സംഗതിയാണ്, ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. അത് ഡൽഹിയിൽ ആരും ചെയ്യാറില്ല, എൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമരം സത്യത്തിൽ പ്രധാനമന്ത്രിക്ക് മാത്രമായിട്ടല്ല എന്താ റോള്? പാർലമെന്റിന് മുമ്പിൽ തന്നെ നടത്തിയാൽ പോരെ? ജന്തർ മന്ദിറിൽ അവർ നടത്തിയിട്ട് പോരായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക്. അതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നടക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകാമെങ്കിൽ സകല കോൺഗ്രസ് ഓഫീസിലേക്ക് ഞങ്ങൾ ചെല്ലും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി വേണമെങ്കിൽ എനിക്ക് തോന്നി ദേശീയ തലത്തിൽ മറ്റേ ജൻപദ് ഉണ്ടല്ലോ, എന്താണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക്, രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്കാണ് അവിടെ വേണമെങ്കിൽ മാർച്ച് ചെയ്യാവുന്നത്. അതിന് പകരം ഇപ്പോൾ സകല കോൺഗ്രസ് ഓഫീസുകൾക്ക് മുമ്പിൽ, അത് സ്വാഭാവികമാണ്, BJP അതിന്റെ പ്രതിഷേധ മാർഗം സ്വീകരിക്കും. എന്തായാലും CJPയുടെ സമരം പരാജയപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളാണ്. CJP സമരം ആരുടെ അജണ്ടയാണ് എന്ന് എന്നോട് ചോദിച്ചാൽ സ്വകാര്യമായിട്ടെങ്കിലും ഞാൻ പറയാം, ഞാൻ സംശയിക്കുന്നത് അതിന്റെ പിന്നിൽ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നാണ്. എന്തായാലും പിന്നെ വേറെ ചില ആരോപണങ്ങളുണ്ട് കേട്ടോ, നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനും ഭരണകൂടത്തെ ശിഥിലമാക്കാൻ എല്ലാ കാലത്തും ഈ അമേരിക്കൻ വിദേശ ശക്തികൾ ഉണ്ടാവാറുണ്ട്. അത് ഇതിന്റെ പിന്നിലുണ്ടോ? കാരണം ഇവർ പറയുന്നത് ന്യൂജൻ ആണ്. ന്യൂജൻ കുറെ സമരങ്ങൾ അടുത്ത കാലത്ത് അയൽ രാജ്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിന്റെ ഒക്കെ പിന്നിൽ അമേരിക്ക ഉണ്ട്. അപ്പോൾ നേപ്പാളിൽ ഉണ്ടായിട്ടുണ്ട്, ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്. ആ ശക്തികളൊക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വയ്യ. അത് NIA മീൻസ് പറയുന്നത് വരെ നമുക്കൊന്നും പറയാൻ വയ്യ. എന്തായാലും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിന്റെ പൊളിറ്റിക്കൽ ചിത്രം മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഈ കയ്യും കെട്ടി നിന്ന് CJP ഉന്നയിച്ച ന്യായമായൊരു സമരത്തെ തകർത്തത് ഇന്ത്യയിലെ പ്രതിപക്ഷമാണെന്ന് പറയേണ്ടി വരും. ഇനി പ്രതിപക്ഷം തകർത്തോടുകൂടിയാണ് സത്യത്തിൽ അവരുടെ ലക്ഷ്യം ഇന്നലെ നേടുമായിരുന്നു. അത് വൈകിച്ചതും ഒരുപക്ഷെ അവർക്ക് ഇനി കിട്ടിയില്ലെങ്കിൽ കിട്ടാതിരുന്നതിന് പോലും ഉത്തരവാദികൾ ഈ പ്രതിപക്ഷമാണ് എന്ന് പറയേണ്ടി വരും. അതായിരിക്കും ചരിത്രം വിധി എഴുതുക. ഓക്കെ.